ഞാൻ ശ്രീരാജ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളതും ഒരു മൾട്ടി പർപ്പസ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു ട്രാവൽ അഡാപ്റ്ററാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. നമുക്ക് ആദ്യം പ്രൊഡക്റ്റിലേക്ക് എത്താം. ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ആദ്യം ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലപോലെ ഉപയോഗപ്രദമാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് മൾട്ടി പിന്നായിട്ടും 2 പിന്നായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൾട്ടി പിൻ അഡാപ്റ്ററാണിത്. ഇതിനെ നമുക്ക് അഡാപ്റ്റർ ഇല്ലാതെ തന്നെ USB കേബിൾ വെച്ച് ഡയറക്റ്റ് ഫോണിലോട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു 2 USB പോർട്ടുകൾ നമുക്ക് ഇതിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 2 USB പോർട്ടുകൾ, അത് ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള 2 USB പോർട്ടുകൾ തന്നെ ഇതിൽ കിടപ്പുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ കാണാം ഒരു മൾട്ടി പിൻ ഇത് കാണാം, സോക്കറ്റ് ഇത് കാണാം. അത്യാവശ്യം യൂണിവേഴ്സൽ ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഇതുകളൊക്കെ ഉണ്ട്. സോക്കറ്റിലോട്ട് കണക്ട് ചെയ്യാനുള്ളതുണ്ട്. 2 പിന്നിന്റെ ഉണ്ട്, 3 പിന്നിന്റെ ഉണ്ട്, പിന്നെ സ്ക്വയർ പിന്നിന്റെ ഉണ്ട്. അങ്ങനെ 2-3 ഐറ്റംസ് ഇതിനകത്ത് കാണാം. ഇതിന്റെ മുകളിലായിട്ട് നമുക്കൊരു സ്വിച്ചും കാണാം. ഈ സ്വിച്ച് വഴിയാണ് നമ്മൾ ഈ പിന്നിന്റെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ സ്വിച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം, നമുക്ക് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യത്തെ സ്വിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു 2 പിന്നിന്റെ ഇത് വന്നിട്ടുണ്ട്. സ്ക്വയർ പിൻ 2 പിൻ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം അത്യാവശ്യം സ്ക്വയർ പിന്നുള്ള പ്ലഗുകളിലോ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് തിരിച്ച് ഇതിലെ ബാക്കിലേക്ക് പുഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് പുഷ് ചെയ്തിട്ട് ഈ സ്വിച്ചിൽ നമ്മൾ ലോക്ക് ചെയ്താൽ മതി. ഈ സ്വിച്ച് വെച്ച് ലോക്ക് ചെയ്യുകയാണ് നമുക്ക് ഈ ഒരു ടെക്നോളജി ചെയ്യുന്നത്. പിന്നെ അടുത്ത ഒരു 2 പിന്നിന്റെ ഇതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു 2 പിന്നിന്റെ ഇത് വരുന്നത്. ഇത് സാധാ 2 പിൻ തന്നെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് പ്ലഗിൽ ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള 2 പിൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ അടിഭാഗത്ത് തന്നെ മുകളിലുള്ള പോലെ തന്നെ ഒരു സ്വിച്ച് അടിഭാഗത്തും വരുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്വയർ 3 പിന്ന് നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ടാണ് ഈ ഇത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം സ്ക്വയറിന്റെ 3 പിന്ന് വന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ ടൈപ്പ് സോക്കറ്റുകളിലൊക്കെ നമുക്കിത് കണക്ട് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിലോട്ട് പുഷ് ചെയ്യാം. ഇത് പുഷ് ചെയ്തുകൊണ്ട് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ലോക്ക് ആവുന്നത്. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് 2 USB പിന്നുകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും നമുക്കിത് കണക്ട് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉപയോഗം തന്നെയാണ്. പക്ഷെ നമുക്കിത് റെഗുലറായിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് അല്ല. കാരണം റെഗുലർ ചാർജിങ്ങിൽ നമ്മുടെ ഫോണൊക്കെ കംപ്ലൈന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് ഈ പവർ ബാങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, പവർ ബാങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. എന്ന് വെച്ചാൽ പവർ ബാങ്ക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലർ യൂസ് ഐറ്റം അല്ല. നമുക്ക് ഇടയ്ക്ക് കറണ്ട് പോകുന്ന സമയത്ത് മാത്രം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉള്ള ഇതല്ലേ, അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇത്. റെഗുലർ യൂസ് അല്ല. നമുക്കൊരു അഡാപ്റ്റർ പോയി അഡാപ്റ്ററിന് പകരം ഇതങ്ങ് ഉപയോഗിക്കാൻ അങ്ങനൊന്നും പറ്റത്തില്ല. ഇത് നമുക്ക് അത്യാവശ്യം ചാർജ് ഇല്ലാതിരിക്കുന്ന സമയത്ത്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാകത്തിനുള്ള ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഇതിനൊരു ഇൻഡിക്കേഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ഫ്യൂസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഓവർ വോൾട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഫ്യൂസ് ത്രൂ പിന്നെ കടത്തി വിടത്തില്ല. അപ്പം അങ്ങനെ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഫീച്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റും അത്യാവശ്യം വരുന്നുണ്ട്. അത്യാവശ്യം നമുക്കൊരു സാധാരണ ഒരു ലോ ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന ഒരു ഐറ്റം അല്ല ഇത്. അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ അധികം ആരിലേക്ക് ഇത് എത്തിയിട്ടില്ല. ചിലരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാൽ പോലും അധികം ആരിലേക്ക് ഇത് അങ്ങനെ എത്തിയിട്ടില്ല. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യും, സബ്സ്ക്രൈബും ചെയ്യും. ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ വന്നാൽ മതി. അതിൽ നമുക്ക് ഇതിൻ്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുകളോ ലിങ്കുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.